അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളെ നടക്കുന്ന 2ാം ക്ലാസ് അഖീദയുടെ മോഡൽ ചോദ്യപേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ശരിക്ക് നേരെ ശരിയെന്ന് അടയാളപ്പെടുത്താം. രണ്ടാമത് ഓതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും, വീണ്ടും മരിക്കും. ശരിയായത് നേരെ കുട്ടികൾ പാഠം വായിച്ച് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ശരിയായതിന് ടിക്കറ്റ് കൊടുക്കുക. 40 വയസ്സായപ്പോൾ നബിതങ്ങൾ വഫാത്തായി. 3 അബ്ദുള്ള നബിയുടെ ഉപ്പാപ്പ. ഇതിൽ ശരിയായ ഉത്തരം കുട്ടികൾ ടിക്കറ്റ് കൊടുക്കുക. പാഠം വായിച്ചതിന് ശേഷം കുട്ടികൾ സ്വയം ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തി പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഗ്രൂപ്പിൽ നിങ്ങൾ അറിയിക്കുകയും ചെയ്യാം. 2 യോജിച്ചവ ചേർക്കാം. ആദം നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, 10, 30 മുർസലുകൾ, ഖിയാമത്ത് നാള് വിശ്വസിക്കണം. ഇത്രയുമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. 1 അന്ത്യനാളിൽ നാം. 1 അന്ത്യനാളിൽ നാം. 2 ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസം. 3 ആദ്യത്തെ നബി. 4 ഒരു തെറ്റും ചെയ്യുകയില്ല. 5 സബൂർ ഇറക്കിയത്. 6 ആദം നബിക്ക് ഏടുകൾ. 7 ഇദ്രീസ് നബിക്ക്. ഇതിനോട് യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്, അവിടെ നിന്ന് എടുത്ത് പൂരിപ്പിക്കണം. പാഠം വായിച്ചതിന് ശേഷം കുട്ടികൾ സ്വന്തമായിട്ട് ഉത്തരം ചെയ്തു നോക്കുക. എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് പരിശോധിക്കുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. ചോദ്യം യോജിപ്പിക്കാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം നന്മ ചെയ്തവർക്ക് ഖിയാമത്ത് നാള് മഹ്ശറിൽ. ബി കോളത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ പ്രതിഫലം ഒരുമിച്ച് കൂട്ടപ്പെടും. സൂർ എന്ന കാലത്തിലോതും എല്ലാം നശിക്കും. അനുയോജ്യമായ ഉത്തരം നിങ്ങൾ മാച്ച് ചെയ്യുക. ഇതും പാഠം വായിച്ചതിനു ശേഷം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് പരിശോധിക്കാം. ഓരോന്നിനും 2 മാർക്ക് വീതമാണ് നൽകേണ്ടത്. 4 ഉത്തരം എഴുതാം. 4 ചോദ്യം കൊടുത്തിട്ടുണ്ട്. 1 തിന്മകൾ ചെയ്തവർക്ക് എന്ത് ലഭിക്കും? 2 എപ്പോഴാണ് ഈ ലോകം നശിക്കുക? 3 അവസാന നബിയുടെ പേര് എന്താണ്? 4 നബിമാരുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓരോന്നിനും 2 മാർക്ക് വീതം. 5 പൂർത്തിയാക്കാം. പാഠത്തിലെ ഒരു വരി തന്നിട്ട് അതിന്റെ ബാക്കി എഴുതാൻ ചോദിക്കും. അത് പാഠം വായിക്കുന്ന കുട്ടികൾക്ക് അതിന്റെ ആൻസർ എഴുതാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് പാഠം വായിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാറൂ. തെദ്രീബാത്തിലെ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, പാഠം നന്നായിട്ട് വായിക്കണം. എന്നാൽ മാത്രമാണ് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാൻ സാധിക്കും. 1 പ്രകാശത്താൽ പടക്കപ്പെട്ടവർ ഡാഷ്. 2 മലക്കുകൾ സദാ അള്ളാഹുവിന് ഡാഷ്. 3 ആരാധനക്കാർ അള്ളാഹു അല്ലാതെ ഡാഷ്. 3 പൂക്കൾ പടച്ചത് ഡാഷ്. അവിടെ പൂക്കൾ പടച്ചത് ആരാണ് എന്നാണ് എഴുതേണ്ടത്. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ പാഠത്തിലെ ഒരു വരിയാണ്, അതിന്റെ ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഓരോന്നിനും 2 മാർക്ക് വീതം. കുട്ടികൾ പാഠം വായിച്ചിട്ട് സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്തി എഴുതി നോക്കൂ. എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയിക്കുക. 5 3 മലക്കുകളുടെ പേരുകൾ ഈ കള്ളിയിൽ എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. ഈ മോഡലിലാണ് നാളെയും പരീക്ഷ ഉണ്ടാവുക. പാഠം നന്നായിട്ട് വായിക്കുക, തെദ്രീബാത്ത് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ സ്വയം എഴുതി നോക്കിയിട്ട് നിങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് ഗ്രൂപ്പിൽ അറിയിക്കണം. നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.